ലോകം വല്ലാത്തൊരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവിൻ്റെ എല്ലാ ലക്ഷണങ്ങളും നമ്മുടെ മുൻപിൽ, നമ്മുടെ ഈ തലമുറയിൽ തന്നെ കാണത്തക്ക വിധത്തിൽ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഈ കാലയളവെല്ലാം ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ ശരിക്കും ഇതൊരു കരുണയുടെ സമയമാണ്. നമുക്ക് നമ്മെ തിരുത്തുവാനും കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാനും എല്ലാം ദൈവം തരുന്ന ഈ വിലയേറിയ സന്ദർഭങ്ങൾ നമുക്ക് പാഴാക്കാതെ കൂടുതൽ കൂടുതൽ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, വചനധ്യാനത്തിൽ, പ്രാർത്ഥനയിൽ, കർത്താവിനോടുള്ള ആരാധനയിലും സ്നേഹത്തിനുമൊക്കെ മുന്നേറുവാനുള്ള ദൈവകൃപയ്ക്ക് വേണ്ടി നാം അപേക്ഷിക്കുകയും നമ്മെ ഏൽപ്പിക്കുകയും ചെയ്യാം. ഇന്ന് 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം, കർത്താവോ വിശ്വസ്തൻ. അതായത് 2-ാം വാക്യത്തിൻ്റെ അവസാനം ഇങ്ങനെയാണ്, വിശ്വാസം എല്ലാവർക്കും ഇല്ലല്ലോ. പക്ഷെ 3-ാം വാക്യം അതിനോട് ചേർന്ന് പറയുകയാണ്, കർത്താവോ വിശ്വസ്തൻ. അപ്പോൾ വിശ്വാസം എല്ലാവർക്കും ഇല്ലാത്തത് കൊണ്ടാണ് ഈ ദൈവവചനങ്ങളെ പ്രഖ്യാപിക്കുമ്പോൾ ഉപദ്രവിക്കുന്നത്. അങ്ങനെ ഉപദ്രവങ്ങൾ നേരിട്ട് എല്ലാവർക്കും വിശ്വാസമില്ലാതിരിക്കണം. മനുഷ്യനിലുള്ള അവിശ്വസ്തതയെ അവിടെ പൗലോസ് എടുത്ത് പറയുമ്പോൾ തെസ്സലോനിക്ക സഭയോട് 3-ാം വാക്യം തുടങ്ങണം, അതിനോട് കണ്ടിന്യൂ ചെയ്ത് പറയുകയാണ്, എന്നാൽ ദൈവമോ വിശ്വസ്തനാകുന്നു. മനുഷ്യനിൽ അവിശ്വസ്തതയാണ് നമുക്ക് ദർശിക്കാൻ കഴിയുന്നത് പലപ്പോഴും. അവിശ്വസ്തതയും അവിശ്വാസവും നമുക്ക് പലപ്പോഴും ദർശിക്കാൻ കഴിയുമ്പോഴും ദൈവത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തതയൊക്കെ നമുക്ക് ഒത്തിരി വർണ്ണിക്കാനുണ്ട്. ദൈവം തൻ്റെ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനാണ്, വാക്ക് പറഞ്ഞാൽ മാറുകയില്ല. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് മനുഷ്യരിലുള്ള അവിശ്വസ്തതയും അവിശ്വാസത്തെയും നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് തന്നെ മനുഷ്യരിലേക്ക് നോക്കുമ്പോഴെല്ലാം നമ്മൾ തളർന്നു പോകാനും സാധ്യതയുണ്ട്. എന്നാൽ ദൈവം വിശ്വസ്തനായതുകൊണ്ട് നമ്മുടെ നോട്ടം ദൈവത്തിങ്കിലേക്കാക്കുവാനും ദൈവത്തിൽ ആശ്രയിക്കുവാനും നമ്മുടെ വിശ്വാസം മുഴുവനും ആ ദൈവത്തിൽ അർപ്പിക്കുവാനുമായിട്ടുള്ള ഒരു ആഹ്വാനം ഈ വചനത്തിനകത്ത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവം വിശ്വസ്തനാണ്, എല്ലാ കാര്യങ്ങളും വിശ്വസ്തനാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ദൈവം വിശ്വസ്തനാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ചില വാഗ്ദത്തങ്ങളൊക്കെ വൈകുന്നു, എന്തുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കാതിരിക്കുന്നു, പലതും പെൻഡിങ്ങിലായിരിക്കുന്നു. വളരെ ആകാംക്ഷയോടെ ഇപ്പോൾ അത് ലഭ്യമാകും എന്ന പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടും പല കാര്യങ്ങളും എങ്ങും എത്താതെ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും എത്തിച്ചേരാറുണ്ട്. ഇവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും നമ്മൾ മടുത്തു പോകാറുണ്ട്, തണുത്തു പോകാറുണ്ട്. പ്രാർത്ഥിച്ചിട്ട് മറുപടി കിട്ടാതെ വരുമ്പോൾ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് കിട്ടാതെ വരുമ്പോഴൊക്കെ നമുക്ക് പലപ്പോഴും മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ചില അസ്വസ്ഥതകൾ നേരിടാം. എന്നാൽ ഇവിടെ പറയും, നോക്കുക, നമ്മൾ ആശ്രയം വെക്കേണ്ടത് വിശ്വസ്തനായ ദൈവത്തിൻ്റെ മുമ്പിലാണ്. ദൈവം വിശ്വസ്തൻ എന്ന് പറഞ്ഞാൽ വിശ്വസ്തനാണ്, അതിന് യാതൊരു മാറ്റമില്ല. ദൈവം എല്ലാറ്റിനും ഒരു സമയം വെച്ചിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനിൽ എല്ലാവർക്കും വിശ്വാസമില്ല, മനുഷ്യനിൽ അവിശ്വാസവും അവിശ്വസ്തതയുമുണ്ട്. എന്നാൽ ദൈവം വിശ്വസ്തനാകുന്നു എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുകയാണ്. അപ്പോൾ അതിനോട് ചേർത്ത് ആ 3-ാമത്തെ വാക്യത്തിൽ ദൈവത്തിൻ്റെ ആ വിശ്വസ്തത ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മളിൽ പ്രവർത്തിക്കുന്നതെന്ന് 2 കാര്യങ്ങളെ ഈ വാക്യത്തിനകത്ത് പൗലോസ് വിശദീകരിക്കുന്നുണ്ട്. 2 കാര്യങ്ങൾ. അതായത് 3-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവോ വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ഓരോ ഘട്ടങ്ങളിൽ നമുക്ക് ഓരോ സ്ഥലങ്ങളിലും ആ സാഹചര്യങ്ങൾക്കനുസൃതമായിട്ടുള്ള ദൈവവചനങ്ങളിലൂടെ ദൈവത്തിൻ്റെ വിശ്വസ്തത വർണ്ണിച്ചിരിക്കുന്നത് കാണാം. ഇവിടെ 2 കാര്യങ്ങളിൽ ദൈവം വിശ്വസ്തനാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്ക സഭയെ ഓർമ്മിപ്പിക്കുകയാണ്. ഒന്നാമത്തേത്, ദൈവം വിശ്വസ്തൻ, അതുകൊണ്ട് തന്നെ ദൈവം അവസാനത്തോളം നമ്മളെ ഉറപ്പിക്കുവാനും ശക്തനും വിശ്വസ്തനുമായിട്ടിരിക്കുന്നു. അവസാനത്തോളം ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അവസാനം വരെയും നമ്മളെ വിശ്വസ്തയോടെ കാത്തു സൂക്ഷിക്കുകയും ഉറപ്പിക്കുകയും ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. പലപ്പോഴും നമ്മളുടെയൊക്കെ വിശ്വാസ ജീവിതത്തിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, പ്രാർത്ഥന ജീവിതത്തിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം, വിശുദ്ധിയിൽ, തീരുമാനങ്ങളിൽ പലപ്പോഴും നമ്മൾക്ക് ഒരു സ്ഥിരമായിട്ട് ഉറച്ചു നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യങ്ങൾ, പല സന്ദർഭങ്ങൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഒരു കാര്യം ഓർക്കുക, ഈ വിശ്വസ്തനായ ദൈവത്തിൽ നാം നോക്കുകയും ഈ വിശ്വസ്തനായ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കുകയും ചെയ്യുന്നു എങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അതെ, അവിടെ നിന്ന് നമ്മളെ അവസാനത്തോളം ഉറപ്പിക്കുവാൻ ശക്തനായ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ ആ വാക്യത്തിനകത്ത് 3-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൽ പറയുന്നത്, ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം വളരെ രസകരമാണ്. പൗലോസ് അപ്പോസ്തലൻ തൊട്ട് മുമ്പിലുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? ഒരു പ്രയർ റിക്വസ്റ്റാണ്. അവരോട്, ഈ തെസ്സലോനിക്ക സഭയിലുള്ള ആൾക്കാരോട് ചോദിക്കുകയാണ്, വല്ലാത്തൊരു ദുഷ്ടന്മാരുമായവരുടെ കൈകളിൽ ഞങ്ങൾ അകപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അത് പറയുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നത് പൗലോസ് അപ്പോസ്തലൻ അത് വല്ലാത്തൊരു ദുഷ്ടന്മാരുമായവരുടെ കൈകളിൽ അകപ്പെട്ടു പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നൊരു പ്രാർത്ഥനാപേക്ഷ സഭയോട് പറയുമ്പോൾ തൻ്റെ ഹൃദയത്തിനകത്ത് ഒരു വിശ്വാസം വന്നു വീണു എന്ന് ഞാൻ കരുതുകയാണ്. അതാണ് അടുത്ത വാക്യത്തിൽ താൻ എഴുതുന്നത്. ദൈവം എന്താ ചെയ്യുക? ദുഷ്ടൻ്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം നമ്മളെ കാത്തുകൊള്ളും. ദൈവം വിശ്വസ്തനാണ്, അവൻ നമ്മളെ ഉറപ്പിക്കും. 2, ദുഷ്ടന്മാരുടെ കൈകളിൽ അകപ്പെടാതെ വണ്ണം സൂക്ഷിപ്പാനും ദൈവം വിശ്വസ്തനാണ്.